നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 1295 തടവുകാരെ മോചിപ്പിക്കാൻ UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉത്തരവ്. തടവുകാരുടെ ശിക്ഷയുടെ ഭാഗമായുള്ള സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുമെന്നും രാഷ്ട്രപതി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇറ്റാലിയൻ സന്ദർശനത്തിൽ UAE വാണിജ്യ പ്രതിനിധി സംഘാംഗമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും. ഇറ്റലിയിൽ നിന്നും ആപ്പിൾ ഇറക്കുമതി ചെയ്യാൻ ധാരണയിലെത്തി ലുലു ഗ്രൂപ്പ്. ധാരണാപത്രം കൈമാറിയത് റോമിൽ നടന്ന UAE ഇറ്റലി ബിസിനസ് ഫോറത്തിൽ. കുവൈറ്റിലെ കിങ് അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ റോഡ് ഞായറാഴ്ച വരെ അടച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. നിയന്ത്രണം 5ാമത്തെ റിംഗ് റോഡ് മുതൽ ബയാൻ റുമൈത്തിയ ജംഗ്ഷൻ വരെ. ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും നിർദ്ദേശം. റമദാൻ മാസത്തിലെ മെട്രോ ഗതാഗത സമയക്രമം പ്രഖ്യാപിച്ചു ദുബായ്. മൂന്ന് മാസത്തെ ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും അനുവദിച്ച് ആശാ വർക്കർമാരെ അനുനയിപ്പിക്കാൻ സർക്കാർ. ഉയർത്തിയ ദിവസവേതനവും വിരമിക്കൽ ആനുകൂല്യവും അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. തിങ്കളാഴ്ച നിയമസഭയിലേക്ക് മാർച്ച്. ആലപ്പുഴയിൽ ആശാ വർക്കർമാരെ അണിനിരത്തി ബദൽ സമരവുമായി CITU. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളം 3-ന് 131 റൺസ് എന്ന നിലയിൽ. കേരളത്തിന്റെ ആദിത്യ സർവാത്തേക്ക് അർദ്ധ സെഞ്ചുറി. വിദർഭയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ 379 റൺസ്. നിതീഷിനും ഏദൻ ആപ്പിൾ ടോമിനും 3 വിക്കറ്റ് വീതം. ആദ്യം ഗൾഫ് വാർത്തയിലേക്കാണ്. കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 1295 തടവുകാരെ മോചിപ്പിക്കാൻ UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. റമദാൻ മാസത്തോടനുബന്ധിച്ച് തടവുകാരുടെ ശിക്ഷയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തടവുകാർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും അവരുടെ വീടുകളിലും പ്രാദേശിക സമൂഹത്തിലും സ്ഥിരത വളർത്തുന്നതിനുമുള്ള UAE രാഷ്ട്രപതിയുടെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് തടവുകാർക്ക് നൽകിയ ശിക്ഷാ ഇളവ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇറ്റാലിയൻ സന്ദർശനത്തിൽ UAE വാണിജ്യ പ്രതിനിധി സംഘാംഗമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെയും ഉൾപ്പെടുത്തി. ഇറ്റലിയിൽ നിന്നും ആപ്പിൾ ഇറക്കുമതി ചെയ്യാൻ ലുലു ഗ്രൂപ്പ് ധാരണയിലെത്തി. റോമിൽ നടന്ന UAE ഇറ്റലി ബിസിനസ് ഫോറത്തിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറിയത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ കാർഷിക സംഘടനയായ സൊസൈറ്റി കോപ്പറേറ്റീവ് അഗ്രിക്കോള മുഖേന ആപ്പിൾ സംരംഭിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വഴി വിപണനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. മെലിൻഡ ബ്രാൻഡിലുള്ള ആപ്പിളുകളാണ് ഇറ്റലിയിൽ നിന്നും ലുലു ഗ്രൂപ്പ് ഇറക്കുമതി ചെയ്യുന്നത്. MA യൂസഫ് അലിയും സൊസൈറ്റി കോപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലൂക്ക സാഗിലോയുമാണ് ബിസിനസ് ഫോറത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുടെയും സാന്നിധ്യത്തിൽ ധാരണാപത്രം കൈമാറിയത്. കുവൈറ്റിലെ കിങ് അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ റോഡ് അടച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. 5ാമത്തെ റിംഗ് റോഡിന്റെ മുകളിൽ നിന്ന് ആരംഭിച്ച് ബയാൻ റുമൈത്തിയ പ്രദേശങ്ങളുടെ ജംഗ്ഷൻ വരെയാണ് നിയന്ത്രണം. ഇന്നു മുതൽ ഞായറാഴ്ച വരെയാണ് നിയന്ത്രണം. റോഡിന്റെ ഗുണനിലവാരവും സുരക്ഷയും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അറ്റകുറ്റപ്പണികൾക്കും വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അടച്ചിടുന്ന സമയത്തെ തിരക്കൊഴിവാക്കാൻ ഡ്രൈവർമാർ ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കാനും ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. റമദാൻ മാസത്തിൽ ദുബായിലെ മെട്രോ ഗതാഗത സമയക്രമം പ്രഖ്യാപിച്ചു. മെട്രോ ഗ്രീൻ റെഡ് ലൈനുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെ പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി വരെയും വെള്ളിയാഴ്ചകളിൽ പുലർച്ചെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെയും സർവീസ് നടത്തും. ശനിയാഴ്ചകളിൽ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി വരെയുമാണ് മെട്രോ സർവീസ് നടത്തുക. ദുബായ് ട്രാം തിങ്കൾ മുതൽ ശനി വരെ പുലർച്ചെ 6 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. ഞായറാഴ്ചകളിൽ രാവിലെ 9 മുതലാണ് ട്രാം സർവീസ് പുനരാരംഭിക്കുക. പണമടച്ചുള്ള പാർക്കിംഗ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും രാത്രി 8 മുതൽ അർദ്ധരാത്രി വരെയും ആയിരിക്കും.
കുവൈറ്റിൽ ദേശീയദിന ആഘോഷങ്ങൾ ഗംഭീരമായും പരിഷ്കൃതമായും നടന്നുവെന്നും എല്ലാവരുടെയും സഹകരണത്തെ പ്രശംസിച്ചും ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ കേണൽ ഫഗദ് അൽ ഇസ. ഇത്തവണ 30 എണ്ണം മാത്രമാണ് വാട്ടർ ബലൂണിന്റെയും വാട്ടർ ഗണ്ണിന്റെയും ദുരുപയോഗത റിപ്പോർട്ട് ചെയ്തത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റിപ്പോർട്ടുകളുടെ എണ്ണത്തിൽ 98% കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 100-ൽ പരം ആളുകൾക്കാണ് വാട്ടർ ബലൂണിന്റെയും ഗണ്ണിന്റെയും ഉപയോഗം മൂലം അപകടങ്ങളുണ്ടായത്. നിരവധി പേരുടെ കണ്ണുകൾക്ക് പരിക്കുപറ്റിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ച എല്ലാ പൗരന്മാരുടെയും പ്രവാസികളുടെയും പ്രതിബദ്ധതയും അദ്ദേഹം പ്രശംസിച്ചു. യുഎഇയിൽ സാധാരണക്കാർക്ക് സ്വർണം വാടകയ്ക്ക് നൽകാൻ അവസരമൊരുക്കി ഈ മേഖലയിലെ ആദ്യ എമിറാത്തി ആപ്പായ ഓ ഗോൾഡ് പുറത്തിറക്കി. യുഎഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓ ഗോൾഡ് ആപ്പും DMCC ആസ്ഥാനമായി മോണിറ്ററി മെറ്റൽസും സഹകരിച്ചാണ് ഇതാദ്യമായി യുഎഇയിൽ ഗോൾഡ് ലീസിംഗ് സംരംഭം കൊണ്ടുവരുന്നത്. നിലവിൽ കുറഞ്ഞത് 10 ഔൺസ് സ്വർണ്ണമാണ് നിക്ഷേപത്തിനായി വേണ്ടത്. ഓ ഗോൾഡ് മോണിറ്ററി മെറ്റൽസ് സംരംഭം നിലവിൽ വരുന്നതോടെ നിക്ഷേപകർക്ക് 0.1% മുതൽ ലീസിംഗ് സാധ്യമാകുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വാങ്ങലും വിൽക്കലും മാത്രമുണ്ടായിരുന്ന ഓ ഗോൾഡ് ആപ്പിൽ ഈ രംഗത്തെ പ്രമുഖരായ മോണിറ്ററി മെറ്റൽസുമായുള്ള സഹകരണ സംരംഭത്തിലൂടെയാണ് പുതിയതായി ലീസിംഗ് കൂടി ഉൾപ്പെടുത്തിയതെന്ന് മോണിറ്ററി മെറ്റൽസ് ദുബായ് ഓഫീസ് മാനേജർ മാർക്ക് പേ, അഭിയോ ഗോൾഡ് കോ-ഫൗണ്ടർ മുഹമ്മദ് അൽ മൻസൂരി, CEO അഹമ്മദ് അബ്ദിൽ തവാബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കുവൈറ്റിൽ ദേശീയദിനാഘോഷങ്ങൾ പ്രമാണിച്ച് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 30% ഇളവ് നൽകുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. വിവരങ്ങൾ പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറയുകയും അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ വിശ്വസിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വാർത്തകൾ പങ്കിടുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ മുൻപ് എല്ലാവരോടും ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടിക്ക് ജിദ്ദയിൽ സ്വീകരണം നൽകി. വേൾഡ് KMCCയുടെ നേതൃത്വത്തിൽ ലഹരി വ്യാപനത്തിനെതിരെയുള്ള ഊർജിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും കേരളം എല്ലാ സംഘടനകളും ഒന്നിച്ച് നീങ്ങണമെന്നും KP മുഹമ്മദ് കുട്ടി പറഞ്ഞു. വേൾഡ് KMCC പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KP മുഹമ്മദ് കുട്ടിക്ക് ഷറഫിയ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി നൽകിയ സ്വീകരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടിക്കശാല ഉദ്ഘാടനം ചെയ്തു. KP മുഹമ്മദ് കുട്ടി ഇപ്പോൾ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാനാണ്. മരക്കാർ മൗലവി, അഡ്വക്കേറ്റ് സിദ്ദിഖ്, KM സൽമാൻ, സലാം ഫൈസി ഒളവട്ടൂർ, സയ്യിദ് ഉബ്ദയുള്ള തങ്ങൾ, അഹമ്മദ് പാളയാട്ട്, നാസീർ വെളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പ്ര അബൂബക്കർ, VP മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ പൂർവ്വ വിദ്യാർത്ഥിയും മലപ്പുറം പത്തരിയാൽ സ്വദേശിയുമായ മുഹമ്മദ് ഫായിസ് പരപ്പന ലോകത്തിലെ മികച്ച സർവകലാശാലകളിൽ ഒന്നായ US-ലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്കോളർഷിപ്പ് ലഭിച്ചു. ഖരഗ്പൂർ IIT-യിൽ 5ാം വർഷ വിദ്യാർത്ഥിയായ ഫായിസിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഡോക്ടറൽ ഗവേഷണ പഠനത്തിനാണ് സ്കോളർഷിപ്പ്. പ്രൊഫസർ റിക്കാർഡോ ഹിനാവോയുടെ കീഴിൽ അഡ്വാൻസിംഗ് എത്തിക്കൽ ആൻഡ് ഇക്വിറ്റബിൾ മെഷീൻ ലേണിംഗ് എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തുക. 5 കോടി രൂപയുടെ ഫണ്ടും ഈ ഗവേഷണത്തിന് ലഭിക്കും. 33 വർഷമായി സൗദിയിൽ ജോലി ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയായ യൂസുഫ് പരപ്പന്റെയും ഹസീനയുടെയും മകനാണ് ഫൈസ്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് നേരിയ ആശ്വാസം. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവ് കുടിശ്ശികകളും സർക്കാർ അനുവദിച്ചു. എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിലാണ് ആശാ വർക്കർമാർ. സമരം ചെയ്യുന്നവരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ സമരം തുടങ്ങി 18 ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ നടപടി. ജനുവരി മാസത്തിലെ ഓണറേറിയം കുടിശ്ശികയാണ് ഒടുവിൽ സർക്കാർ അനുവദിച്ചത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശികയും ഒപ്പം ഇൻസെന്റീവിലെ കുടിശ്ശികയും സർക്കാർ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പ്രധാന ആവശ്യങ്ങളിൽ ഇപ്പോഴും സർക്കാർ തലത്തിൽ അനുകൂല നിലപാടുണ്ടായിട്ടില്ല. സമരം തണുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചതിന് പിന്നിലെന്നും സമരം തുടരുമെന്നും ആശമാർ. പക്ഷേ നമ്മുടെ അടിസ്ഥാനപരമായ ഡിമാൻഡുകൾ ഇവിടെ നിലനിൽക്കുകയാണ്. വേതനം വർദ്ധിപ്പിക്കണം. 232 രൂപ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല, അത് വർദ്ധിപ്പിച്ചു തരണം. CITUവിനെ ഉപയോഗിച്ച് സമരം തകർക്കാനുള്ള ശ്രമം വിജയിക്കില്ലെന്നും ആശാ വർക്കർമാർ. നിങ്ങൾക്കെതിരെയുള്ള ഒരു ബദൽ സമരമായിട്ടാണോ CITU ഒരു സമരമുഖം തുറക്കുന്നത്? ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ആശമാരുടെ വിഷയം ഉന്നയിച്ച് ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ആ വിഷയം തന്നെ അത് ജെനുവിനായതുകൊണ്ടും കറക്റ്റ് ആയതുകൊണ്ടുമല്ലേ മറ്റ് സംഘടനകളും സമരത്തിനിറങ്ങി. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് ഇതിനിടെ മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി.
കുടുംബത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ആരോപണത്തിൽ നിയമപരമായ വഴി സ്വീകരിക്കാനാണ് മന്ത്രിയുടെ ആലോചന. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതേസമയം മാർച്ച് 3 നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ച് നടത്താനാണ് ആശമാരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിവരുന്ന സമരം 18ാം ദിനത്തിലും തുടരുമ്പോൾ കെടാത്ത സമരവീര്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി. ആശാ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി. ഫെബ്രുവരി 10-നാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ വിവിധ സംഘടനകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ അനവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ സൗത്ത് ഗേറ്റിന് സമീപം ബാരിക്കേഡുകളിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. കേന്ദ്രമന്ത്രി വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവരും സമരവേദിയിലെത്തി. തൊഴിലാളികളുടെ പാർട്ടിയാണോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം വിലയിരുത്തണമെന്ന് ശോഭാ സുരേന്ദ്രൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പേര് മാത്രമേ ഉള്ളൂ. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്ക് തൊഴിലാളികൾ പാവങ്ങളായി കിടക്കണമെന്നാണ് അവരുടെ താല്പര്യം. എവിടെയാണോ പാവപ്പെട്ട അതിദാരിദ്ര്യമുള്ള സാധാരണക്കാരുള്ളത് അവിടെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കാൻ പാവങ്ങളുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ ശക്തമാകും. മാർച്ച് 3-ന് നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അമ്മൂമ്മ സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ് ആദ്യ അറസ്റ്റ്. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. വെഞ്ഞാറമൂട് ബന്ധുക്കളും പെൺസുഹൃത്തും ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി അഫാന്റെ ആദ്യ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ കോളേജിലെത്തി മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഫാന്റെ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തേക്ക് കൂടി ആശുപത്രിയിൽ തുടരാനാണ് തീരുമാനം. മജിസ്ട്രേറ്റിനെ മെഡിക്കൽ കോളേജിലെത്തിച്ച് റിമാൻഡ് ചെയ്ത ആശുപത്രി സെല്ലിലേക്ക് അഫാനെ മാറ്റും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും മറ്റു കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയെന്നും സാമ്പത്തിക ബാധ്യതകളാണ് കൊലപാതകത്തിന് കാരണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ ഡിവൈഎസ്പി അറിയിച്ചു. നാട്ടിൽ കുടുംബം കടം വാങ്ങിയ ആളുകളുടെ മൊഴികളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. ഡോക്ടർമാരോടും ബന്ധുക്കളോടും സംസാരിച്ച ശേഷമാകും മൊഴി രേഖപ്പെടുത്തുക. അതിനിടെ പ്രതി അഫാന്റെ രക്തപരിശോധനാ ഫലം പുറത്തുവന്നു. കൃത്യം നടക്കുമ്പോൾ ഇയാൾ മദ്യം മാത്രമാണ് കഴിച്ചിരുന്നതെന്നാണ് പരിശോധനാ ഫലം. അഫാൻ വെഞ്ഞാറമൂടിലെ ബാറിലിരുന്ന് മദ്യപിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഒരു വീടിന് 20 ലക്ഷം രൂപ നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ. ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും പുനരധിവാസത്തിനായി ഏറ്റെടുക്കുക. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപയ്ക്ക് അർഹരായ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള സ്ഥലവും തുകയും സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ തലത്തിൽ അന്തിമ തീരുമാനമായി. ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായിരിക്കും. വയനാട് ജില്ലാ കളക്ടർ തയ്യാറാക്കിയ ദുരന്തബാധിത കുടുംബങ്ങളുടെ പട്ടികയിൽ 430-ൽ താഴെയാണ് ഗുണഭോക്താക്കളുടെ എണ്ണം. അതിനാൽ ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഏറ്റെടുക്കുക. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങൾക്ക് അനുവദിക്കുന്ന 15 ലക്ഷം രൂപയ്ക്ക് അർഹരായ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. വീട് വയ്ക്കുന്നതിനായി 7 സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കും. ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല. 12 വർഷത്തേക്ക് ഭൂമി അന്യാധീനപ്പെടുത്താൻ പാടില്ല. നോഗോ സോണിന്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തിട്ടപ്പെടുത്താനും വയനാട് ജില്ലാ കളക്ടർക്ക് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. അതേസമയം ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ബത്ത അതേ വ്യവസ്ഥയിൽ തുടർന്നും അനുവദിക്കും.
ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ സ്റ്റേറ്റ് എംപവേർഡ് കമ്മിറ്റിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. സപ്ലൈകോ വഴി മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് CSR ഫണ്ടിൽ നിന്ന് നൽകാനും ഓരോ കൂപ്പണും 2 മാസം വീതം കാലാവധി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ ബിൽ പാർലമെന്റിന് മുൻപിൽ എത്തുമെന്നാണ് വിവരം. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിന്റെ പേര് മാറ്റുന്നതടക്കമുള്ള BJP അംഗങ്ങളുടെ 14 ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതുക്കിയ ബിൽ. പ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബിൽ JPC-യിൽ അംഗീകരിച്ചത്. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതുക്കിയ വഖഫ് ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. മാർച്ച് 10 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിടുന്ന ബില്ലിൽ JPC-ക്ക് മുന്നിൽ 44 നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നത്. ഇതിൽ 14 എണ്ണമാണ് JPC വോട്ടിനിട്ട് അംഗീകരിച്ചത്. NDA അംഗങ്ങൾ നിർദ്ദേശിച്ച മാറ്റങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. പ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബിൽ JPC-യിൽ അംഗീകരിച്ചത്. സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്ക് കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുക, ഒരു സ്വത്ത് വഖഫ് സ്വത്തായി നിശ്ചയിക്കാൻ യോഗ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അനുവദിക്കുക തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ബിൽ 2024 ഓഗസ്റ്റ് 8-നാണ് BJP അംഗം ജഗദംബിക പാലിന്റെ അധ്യക്ഷതയിലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ വിശദ പരിശോധനയ്ക്കായി വിട്ടത്. ഫെബ്രുവരി 13-നാണ് JPC അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കമാൻഡാണ് നേതൃവിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് സതീശനും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നിലവിൽ നേതൃമാറ്റം വേണ്ട ഒരു സാഹചര്യവും സംസ്ഥാനത്തില്ലെന്ന് K മുരളീധരനും പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതിനുള്ള കഴിവ് പാർട്ടിക്കുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും വ്യക്തമാക്കി. കൊച്ചിയിൽ UDF നേതൃയോഗത്തിന് എത്തിയതായിരുന്നു നേതാക്കൾ. വിവാദങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ താൽപ്പര്യമില്ല എന്ന വികാരമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ഡൽഹിയിൽ നടക്കുന്ന യോഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചതാണെന്നും നേതൃമാറ്റവുമായി അതിന് ബന്ധമില്ലെന്നും നേതാക്കൾ പറയുന്നു. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ KPCC യോഗം കഴിഞ്ഞുള്ളൂ. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ എത്തിയിരിക്കുന്നത്. K സുധാകരന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രതികരണമാണ് K മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സംസ്ഥാന നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹവും പറയുന്നു. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിൽ മുസ്ലിം ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന പ്രതികരണമാണ് PMA സലാം നടത്തിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതാത് പാർട്ടികൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചകളും മലയോര ജാഥ സംബന്ധിച്ച വിശകലനവും തീരസംരക്ഷണ ജാഥയെക്കുറിച്ചുള്ള ചർച്ചകളും യോഗത്തിൽ ഉയർന്നു. അമൃത ന്യൂസ്, കൊച്ചി. പാതയോരങ്ങളിൽ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി വിലക്കി. നിലവിലുള്ള കൊടിമരങ്ങൾ 6 മാസത്തിനകം നീക്കം ചെയ്യണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. പൊതു ഇടങ്ങളിലും പാതയോരത്തും കൊടിമരങ്ങൾ വേണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് കോടതി നിരോധിച്ചു. മുൻപ് സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ 6 മാസത്തിനകം നയം രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി 2 ആഴ്ചയ്ക്കകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണം. സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. പിണറായി പഞ്ചായത്തിലെ ഫ്ലക്സ് നീക്കാൻ ചെന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ.
സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. കേരളത്തിലെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിക്കുന്ന ഫ്ലെക്സുകളും കൊടിമരങ്ങളും നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മുൻപും ഹൈക്കോടതി ധാരാളം ഉത്തരവുകളിട്ടിരുന്നു. എന്നാൽ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിൽ രാഷ്ട്രീയ സ്വാധീനം മൂലം ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ആത്മാർത്ഥതയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോടതിയുടെ മുന്നിൽ വരുന്ന ഓരോ കാര്യങ്ങളും പ്രത്യേകം തിരഞ്ഞുപിടിച്ച് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നൽകുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ജ്ഞാനം, അജ്ഞാനം, ധർമ്മം, അധർമ്മം എന്നിവയെ വേർതിരിച്ചറിഞ്ഞ് ഉള്ളിലെ ശിവനെ ഉണർത്തി നിത്യമായ ഉണർവിനെ പുൽകാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി എന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരമജ്ഞാനത്തിൻ്റെയും അതിനായുള്ള സാധനയുടെയും തപസ്സിൻ്റെയും സന്ദേശമാണ് ശിവരാത്രി പകർന്നു നൽകുന്നത്. സമൂഹ ആരാധനയിലൂടെ അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നതാണ് ശിവരാത്രി പോലുള്ള ഉത്സവങ്ങളുടെ ഉദ്ദേശം. ശിവാരാധനയിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശാന്തി നിറയുന്നു. ശിവരാത്രി നാളിൽ ഉറക്കം ഒഴിയുന്നതിലൂടെ ജീവിതത്തിലെ അന്ധകാരത്തെയും അജ്ഞാനത്തെയും മറികടന്ന് മനോജയം നേടാനാകുമെന്നും അമ്മ ശിവരാത്രി ദിന സന്ദേശത്തിൽ പറഞ്ഞു. സനാതനത്തിലെ ഉത്സവാഘോഷങ്ങളിൽ അതിപ്രധാനമാണ് മഹാശിവരാത്രി. ജ്ഞാനം, അജ്ഞാനം, ധർമ്മം, അധർമ്മം എന്നിവയെ വേർതിരിച്ചറിഞ്ഞു ഉള്ളിലെ ശിവനെ ഉണർത്തി നിത്യമായ ഉണർവിനെ പുൽകാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. ശിവരാത്രി പരമജ്ഞാനത്തിൻ്റെയും അതിനുവേണ്ടിയുള്ള സാധനയുടെയും തപസ്സിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. ലോകവിഷയങ്ങൾ വഴി കഴിയുന്ന മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈശ്വരോന്മുഖമാക്കുക, സമൂഹ ആരാധനയിലൂടെ അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നതാണ് ശിവരാത്രി പോലുള്ള ഉത്സവങ്ങളുടെ ഉദ്ദേശം. ശിവരാത്രിയോടനുബന്ധിച്ച് ശിവനെ ഭജിക്കുന്നതിലൂടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശാന്തി അനുഭവിക്കാനും സാധിക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ശിവരാത്രിക്ക് ഉറക്കം കഴിയുന്നത് അന്ധകാരത്തെയും അജ്ഞാനത്തെയും മറികടക്കുന്നതിൻ്റെ സന്ദേശമാണ്. ചന്ദ്രൻ ക്ഷയിച്ചില്ലാതാവുന്ന ദിവസമാണല്ലോ ശിവരാത്രി. ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. രാഗദ്വേഷങ്ങളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും നമ്മൾ അതിക്രമിക്കുമ്പോൾ മനസ്സിന്റെ ബന്ധനങ്ങളെ നമ്മൾ അതിക്രമിക്കുകയും മനസ്സില്ലാത്തതിന് തുല്യമായി തീരുകയും ചെയ്യും. ഇതിനെ തന്നെയാണ് മനോനാശം അല്ലെങ്കിൽ മനോജയം എന്ന് പറയുന്നത്. അമാവാസി പോലെ മനസ്സ് ദുർബലമാകുന്ന സന്ദർഭങ്ങളിൽ ഈശ്വര പൂജ കൊണ്ടും വ്രത തപസ് കൊണ്ടും അതിനെ ശക്തമാക്കണമെന്ന സന്ദേശം ശിവരാത്രി വ്രതത്തിനുണ്ട്. ശിവനെപ്പോലെ ജ്ഞാനം, വൈരാഗ്യം, ലാളിത്യം, നിസ്വാർത്ഥത, നിഷ്കളങ്കത എന്നീ ഗുണങ്ങളെ ഉൾക്കൊണ്ട് അഹങ്കാരത്തെ സമർപ്പിച്ച് അജ്ഞാനനിദ്രയെ ജയിച്ച് നിത്യമായ ഉണർവിലേക്ക് ഉണരാൻ നമുക്കെല്ലാം സാധിക്കട്ടെ. അതിന് കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. പൂജകളും നാമജപങ്ങളും ആത്മീയ പരിപാടികളുമായി മഹാശിവരാത്രി ആഘോഷമാക്കി അമൃതപുരി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു അമൃതപുരിയിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ തുടക്കം. ലളിതാ സഹസ്രനാമ ജപത്തിനു ശേഷം മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ലോകശാന്തി പ്രാർത്ഥനയും ധ്യാനവും ഭജനയും നടന്നു. തുടർന്ന് അമ്മ ശിവരാത്രി ദിന സന്ദേശം പകർന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന കലാ സാംസ്കാരിക സന്ധ്യയിൽ ആശ്രമ അന്തേവാസികളുടെയും കുട്ടികളുടെയും വൈവിധ്യമാർന്ന ആത്മീയ പരിപാടികൾ അരങ്ങേറി. രാത്രിയിലുടനീളം പഞ്ചാക്ഷരി മന്ത്രജപവും നാമകീർത്തനങ്ങളും അമൃതപുരിയിലാകെ മുഴങ്ങി. മുതിർന്ന സന്യാസിവര്യന്മാർ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണികൾ, വൈദേശികരടക്കമുള്ള ആശ്രമ അന്തേവാസികൾ തുടങ്ങി നിരവധി പേരാണ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ശിവരാത്രി ആഘോഷത്തിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, കൊല്ലം. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം കോടതി കേസ് നാളെ പരിഗണിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം PC ജോർജ് ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കലാനിധി SPB ONV ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ ദൃശ്യമാധ്യമ പുരസ്കാരം അമൃത TVക്ക്. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൽ നിന്നും അമൃത TV ഡിജിറ്റൽ ആൻഡ് ഗ്രാഫിക്സ് ചീഫ് മാനേജർ S വിമൽകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ട്രസ്റ്റ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിവിധ വിഭാഗങ്ങളിലായി മാധ്യമ പുരസ്കാരങ്ങൾ നൽകിയത്.
കായിക വാർത്തകൾ നോക്കാം. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയെ ആദ്യ ഇന്നിംഗ്സിൽ 379 റൺസിന് പുറത്താക്കിയ കേരളത്തിന് ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുകൾ നഷ്ടം. തുടക്കത്തിലെ തിരിച്ചടിയെ അതിജീവിച്ച കേരളം ഇപ്പോൾ 3-ന് 131 റൺസ് എന്ന നിലയിലാണ്. 14 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായ കേരളത്തിന് അഹമ്മദ് ഇമ്രാൻ, ആദിത്യ സർവാത്രേ സഖ്യം രക്ഷകരായി. ഇമ്രാൻ 37 റൺസ് നേടി പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ സർവദേ 66 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു. 153 റൺസ് നേടിയ ഡാനിഷ് മലയവറിന്റെ മികവിൽ വിദർഭ ആദ്യ ഇന്നിംഗ്സിൽ താരതമ്യേന മികച്ച സ്കോർ നേടി. കേരളത്തിന് വേണ്ടി നിതീഷും ഏതൻ ആപ്പിൾടോമും 3 വിക്കറ്റ് വീതം നേടി. ബേസിൽ 2ഉം ജലജ സക്സേന 1 വിക്കറ്റും നേടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.